എല്ലാവരും നേരെ ഇരുന്ന് ഒരു ഭഗവാനോടും യാജ്ഞവൽക്യ മഹർഷിയോടും പ്രാർത്ഥിക്കുക. ബൃഹദാരണ്യ ഉപനിഷത്ത് പഠിക്കാൻ പോവുകയാണ്. എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കണേന്ന്. കാരണം ഇത് സൂക്ഷ്മമാണ്, മറ്റുള്ളതുപോലെ തമാശയല്ല. അതുകൊണ്ട് ആ ഒരു ഗൗരവഭാവത്തോടു കൂടി വേണം ഇതിനെ സമീപിക്കാൻ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, എങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി അമൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാ സാധകർക്കും പ്രണാമം. നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. 15ാമത്തെ മന്ത്രത്തിൻ്റെ അവസാന ഭാഗത്ത് 2 പാഠഭേദമുണ്ട്. ബൃഹൻ പാണ്ഡരവാസഃ സോമോ രാജൻ ഇതി സഹ ന ഉത്തസ്ഥൗ തം പാണിനാമാപേക്ഷ എന്നുകൊണ്ട് പ്രാണിനാം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വ്യാഖ്യാനം പഠിച്ചത് പ്രാണിനാമാപേക്ഷ ബോധയാം ചകാര സഹ ഹ ഉത്തസ്ഥൗ എന്നാണ്. അതായത് അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നു? സർവ പ്രാണികൾ. പ്രാണി എന്ന് വെച്ചാൽ അവിടെ എന്തായിരുന്നു? ജീവാത്മാ എന്നുള്ള അർത്ഥം നമ്മൾ കണ്ടിരുന്നു. അതായത് ഉറങ്ങുന്ന ജീവാത്മാവിനെ എന്താണ് വിളിച്ചുണർത്തുമ്പോൾ അയാൾ എഴുന്നേക്കുന്നത് എങ്ങനെ നമ്മളത് കണ്ടിരുന്നു. ചേതനത്വം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് സർവ്വ ജീവാത്മാക്കൾക്കും എഴുന്നേൽക്കാൻ. മറ്റൊരു പാഠഭേദം എന്താ? നിങ്ങളുടെയൊക്കെ പുസ്തകത്തിൽ, അതായത് മലയാളം പുസ്തകം ഉള്ളവർ മൃഡാനന്ദ സ്വാമിജിയുടെ പേജ് 133 എന്താണ്? പാണൗ ആദായ, അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടോ?
പാണിനാം ആപേക്ഷം ബോധയാം ചകാര. പേജ് 133. അവിടെ കണ്ടില്ലേ, പാണിനാം എന്നാണ്. അതാണ് കൈതട്ടി വിളിക്കുക, അത്രയേ ഉള്ളൂ. ഇത് രണ്ടിലും വലിയ അർത്ഥ വ്യത്യാസം വരുന്നില്ല. അതായത് പ്രാണി എന്ന് വെച്ചാൽ അവിടെ എന്താണ് നമ്മൾ കണ്ടത്? ജീവാത്മാ, ഉറങ്ങിക്കിടക്കുന്ന ജീവാത്മാവിനെ വിളിച്ചുണർത്തുന്നു. ഇവിടെ എന്താ പാണിനാന്ന് വെച്ചാൽ എന്താ? പാണി എന്ന് വെച്ചാൽ എന്താ? കൈ തട്ടി വിളിക്കുക, അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ. പക്ഷേ രണ്ട് പാഠഭേദം ഉള്ളത് കൊണ്ട് ഒന്ന് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബോധയാം ചകാര സഹ ഹ ഉത്തസ്തു അല്ലേ, അതെല്ലാം കണ്ടതാണ് നമ്മൾ അല്ലേ. നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല എല്ലാവരും. ഈ ഒരാൾ മരിക്കാനായിട്ട് കിടക്കുമ്പം ഒരു കൈ തട്ടി വിളിക്കുന്ന ഒരു കഥ നമ്മൾ പഠിച്ചില്ലേ? അഹം ജാനാസിമാം ചാന്തോക്യ ഉപനിഷത്ത് 6-ാം അധ്യായത്തിൽ. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒരാൾ മരിക്കാൻ കിടക്കുവാണ്. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട്, എന്നെ അറിയുമോ, ഞാൻ നിങ്ങളുടെ ഇന്ന ചങ്ങായിയാണ്, അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ജാനാസിമാം അത് കൈതട്ടി വിളിക്കണം. അവിടെയും നമ്മൾ കണ്ടിരുന്നു ഇതേ പാഠം. ബോധയാം ചകാര അല്ലേ, പാണിനാം ആപേക്ഷം ബോധയാം ചകാരം. അയാളെ, അതായത് അയാളുടെ വയ്യാണ്ട് കിടക്കുകയാണ്, പക്ഷെ കൈ തട്ടി വിളിക്കുന്ന അതേ സന്ദർഭം. അവിടെയും പ്രാണനെ കുറിച്ച് പഠിച്ചെടുത്താണ്, ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. 6-ാം അധ്യായം ചാന്തോക്യം. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. 15-ാം അധ്യായം നമ്മൾ കണ്ടു. അജാതശത്രുവും ബാലായിയും തമ്മിലുള്ള ബ്രഹ്മവിദ്യാ ഉപദേശം ആരംഭിച്ചു. ഇവിടെ സുഷുപ്തി എന്ന ദൃഷ്ടാന്തത്തെ എടുത്തുകൊണ്ടാണ് ഉപദേശം. അജാതശത്രു എന്ന ഗുരുനാഥൻ ഗാർഗ്യൻ എന്ന ശിഷ്യന് ഉപദേശിക്കുന്നത്. നമ്മൾ സുഷുപ്തി എന്തെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മളിവിടെ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു, പരമാത്മാവിൻ്റെ ലക്ഷണങ്ങൾ സ്തുതിച്ചു എന്ന്. ബൃഹൻ, പാണ്ഡരവാസൻ, സോമൻ, ഇത് പ്രതിനിധികൾ മാത്രമാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഭഗവാൻ രാമചന്ദ്രൻ്റെ ഉദാഹരണം പറഞ്ഞു, അനേക സ്തുതികൾ അല്ലേ. അപ്പോൾ ഇവിടെ 4 മാത്രമല്ല, ബാക്കിയൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇവിടെ 4 എന്തുകൊണ്ട് പറഞ്ഞു? മുമ്പ് ചന്ദ്രൻ്റെ ഉദാഹരണത്തിൽ, ചന്ദ്ര ഉപാസനയുടെ ഉദാഹരണത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളൂ. ബാക്കിയൊക്കെ ചേർക്കാം. കാരണം എന്തിനാ സ്തുതിക്കുന്നത്? ശിഷ്യന് ബ്രഹ്മവിദ്യയോട് മഹത്വമുണ്ടാകാൻ. ഏതൊരു കാര്യവും അതെ, സ്തുതി നമ്മൾ നല്ലതെന്ന് കേട്ടാലേ നമുക്ക് അതിനോടൊരു മഹത്വബുദ്ധി, ഒരു ആകർഷണം, അതെന്തെന്നറിയാനുള്ള നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറയില്ലേ, അതായത് തൽപരത, അതറിയാനുള്ള വളരെ ഗഹനമായ ഒരു ആഗ്രഹമൊക്കെ വരുന്നത് അതിന് നല്ലതാണെന്ന് പറഞ്ഞാലല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഗുരുനാഥൻ ലക്ഷണങ്ങൾ കൊണ്ട് സ്തുതിച്ചത്. ബാക്കിയും നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 15-ാമത്തെ മന്ത്രം കഴിഞ്ഞു. 16-ാമത്തെ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. സഹോവാച അജാതശത്രുഃ യത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത് യഃ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ കോ ഏക്ഷഃ തഥാ അഭൂത് കുതഃ ഏതത് ആഗാദിതി തത് ഹന മേനേ ഗാർഹ്യഃ. ഒന്നുകൂടെ ചൊല്ലാം, എല്ലാവരും കൂടെ ചൊല്ലണം കേട്ടോ. കാരണം ഈ മന്ത്രങ്ങൾ സാധാരണ പോലെ നാവിന് വഴങ്ങുന്നതല്ല, അതുകൊണ്ട് പരിശ്രമിക്കുക. പിന്നെ മന്ത്രം ചൊല്ലുന്നത് മഹാപുണ്യമാണ്, അതുകൊണ്ട് ഒരുമിച്ച് ചൊല്ലുക. സഹോവാച അജാതശത്രുഃ യത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത് യഃ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ കോ ഏഷഃ തഥാ അഭൂത് കുതഃ ഏതത് ആഗാദിതി തത് ഹന മേനേ ഗാർഹ്യഃ. നമ്മൾ കണ്ടിരുന്നു മന്ത്രം 16 മുതൽ 20 വരെ എന്താണ് ജീവസ്യ സ്വരൂപം കിം അതെന്ന ഒരു ടോപ്പിക്ക് തുടങ്ങുകയാണെന്ന് കണ്ടു. അതായത് ജീവന്റെ സ്വരൂപം എന്ത് എന്ന് ചോദിക്കുകയാണ്. സഹോവാച അജാതശത്രുഃ
ഗാർഗ്യൻ എന്ന ശിഷ്യനോടായിക്കൊണ്ട് ഗുരുവായ അജാതശത്രു പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഡയലോഗാണ്: എത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത്. അതായത് സുപ്തഃ എന്ന് വെച്ചാൽ ഉറങ്ങുന്നവൻ. എത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത്. ഏതൊരു കാലത്താണോ ഒരുവൻ ജീവാത്മാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുവോ, എപ്പോഴൊക്കെ നമ്മൾ ഉറങ്ങുന്നു, അത് പകലെന്നില്ല രാത്രിയെന്നില്ല, അതാണ് ഏതൊരു കാലത്ത്. എത്ര ഏഷഃ ഏതത് സുപ്തഃ, എപ്പോഴാണെങ്കിലും അതാണ്. എത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത്. ഭൂത് എന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുവോ. നമ്മൾ ചിലപ്പോൾ രാവിലെ 7 മണിക്കായിരിക്കും നല്ല ഉറക്കം കിട്ടുക, അല്ലെ രാത്രിയിലായിരിക്കും അറിയാം. എപ്പോഴൊക്കെയാണോ നമുക്ക് ഉറക്കം കിട്ടുന്നത്, അതാണ് എത്ര ഏഷഃ ഏതത് സുപ്തഃ. എപ്പോഴൊക്കെ ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുവോ ആ സമയത്ത് അയാളെ, പിന്നെ അയാളുടെ വിശേഷണം പറയുകയാണ്. ആരാണ് ഉറങ്ങുന്ന ആ വ്യക്തിയെക്കുറിച്ച് അയാളുടെ വിശേഷണം പറയുകയാണ്. ഏഷഃ അയാൾ, അതായത് ഉറങ്ങുന്നവൻ. അയാളെ വിളിക്കുകയാണ് വിജ്ഞാനമയഃ പുരുഷഃ എന്ന്. അതിൻ്റെ തർജ്ജമ എഴുതിക്കോളൂ. വിജ്ഞാനമയ പുരുഷ എന്ന് വെച്ചാൽ ഭഗവത്പാദർ തൻ്റെ ഭാഷ്യത്തിൽ പറയുകയാണ് പഞ്ചകോശ അഭിമാനി ജീവാത്മ. വിജ്ഞാനമയ പുരുഷ എന്ന് വെച്ചാൽ പഞ്ചകോശ അഭിമാനി ജീവാത്മ. പഞ്ചകോശ അഭിമാനി ജീവാത്മ, അതിനെയാണ് ഇവിടെ വിജ്ഞാനമയ പുരുഷൻ എന്നുള്ള ഒരു എന്താ പറയുക ടൈറ്റിൽ കൊടുത്തുകൊണ്ട്, ഒരു വിശേഷണം കൊടുത്തുകൊണ്ട് വിളിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ കിടന്നുറങ്ങുകയാണ്, അയാളെ അജാതശത്രു വിളിക്കുകയാണ്. മൂപ്പരുടെ പേരെന്താണ്? വിജ്ഞാനമയ പുരുഷൻ എന്ന് വെച്ചാൽ എന്താണ്? അയാൾക്ക് 5 കോശങ്ങളോടുകൂടിയ ഒരു ജീവാത്മ കടന്നുറങ്ങുകയാണ്. ആ കാര്യമാണ് പറയുന്നത്. ഈ അജാതശത്രു അല്ലെങ്കിൽ യാജ്ഞവൽക്യ മഹർഷി നേരിട്ട് പറയുന്നില്ല, ഒരാൾ കിടന്നുറങ്ങുന്നു എന്നങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്നും പറയാണ്ട് വളഞ്ഞു വരികയാണ്. കാരണം എന്തിനാണ്? ഇത് സൂക്ഷ്മമാണ്, നമ്മളത് അതിലേക്ക് ഗഹനമായി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമുക്ക് പരിചയമില്ലാത്ത വാക്കുകൾ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ട് പറഞ്ഞു തരുന്നു. അതാണ് ഇപ്പം ഏഷഃ വിജ്ഞാനമയ പുരുഷ എന്ന് വെച്ചാൽ ആ കടന്നുറങ്ങുന്ന വിജ്ഞാനമയവും കൂടി ഉള്ളയാൾ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പഞ്ചകോശ അഭിമാനി. പഞ്ചകോശങ്ങൾ എല്ലാവർക്കും അറിയാം. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, അല്ലേ? ഈ 5 കോശങ്ങൾ നമ്മൾ തത്വബോധം മുതലേ പഠിക്കുന്ന, അല്ലെ വിവേക ചൂടാമണി പഠിച്ചു. നമ്മൾ ലാസ്റ്റ് പഠിച്ചത് തൈത്തിരീയ ഉപനിഷത്തിൽ പഞ്ചകോശ വിവേകം പഠിച്ചിരുന്നു. അല്ലെങ്കിൽ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ 5 കോശത്തിൻ്റെ പേരെങ്കിലും ഓർമ്മയുണ്ടാവും, അല്ലേ? അതിൽ ഒരു കോശം മാത്രം പറഞ്ഞു, വിജ്ഞാനമയ കോശം. ഇല്ലേ, അത് വിട്ടേര്. പഞ്ചകോശ അഭിമാനി ജീവാത്മ എന്നുള്ള ഡെഫിനിഷൻ വിട്ടേര്. പിന്നെ എന്തായിരിക്കും അപ്പോൾ വരിക? അടുത്ത ഡെഫിനിഷൻ, അല്ലേ? 3 ശരീര അഭിമാനി ജീവാത്മ. 3 ശരീര അഭിമാനി. പഞ്ചകോശ അഭിമാനി ജീവാത്മ ഓർന്നിടണം കേട്ടോ, അല്ലെങ്കിൽ എന്താണ്? 3 ശരീര അഭിമാനി ജീവാത്മ. അതേതൊക്കെയാണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. ഈ 3 ശരീരത്തോടും കൂടി കിടന്നുറങ്ങുന്ന ഒരാൾ. അപ്പം അയാളെ ചിന്തിക്കുക. ഗാർഗ്യൻ്റെ അടുത്ത് അജാതശത്രു പറയുകയാണ്, ഒരാൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുക. ആര്? അയാൾക്ക് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മമുണ്ട്, കാരണമുണ്ട്, ഇതൊക്കെ കൂടി അയാൾ ഉറങ്ങുകയാണ്. ഒരാൾ കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു കോ ഏഷഃ തഥാ അഭൂത്. കോ എന്ന് വെച്ചാൽ എവിടെ? കോ ഏഷഃ തഥാ അഭൂത് എന്ന് വെച്ചാൽ എവിടെയാണ് ആ ജീവാത്മാവ് ഉറങ്ങുമ്പോൾ ഇരിക്കുന്നതെന്ന്. ചോദ്യം വളരെ വളരെ സങ്കീർണമാണ്, നമുക്ക് മനസ്സിലാകാത്ത രീതിയിലെ ചോദ്യം പോലും. ചോദ്യം മനസ്സിലായില്ലേ പിന്നെ എങ്ങനെ ഉത്തരം മനസ്സിലാകുക, അല്ലേ? അങ്ങനെയാണ് ഉപനിഷത്ത്, അങ്ങനെയാണ്. എല്ലാം ഒന്നും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയില്ല. ചോദ്യം ഇത്രയാണ്:
കോ ഏഷഹ തഥാ അഭൂത് എന്ന് വെച്ചാൽ എവിടെയാണ് ഉറങ്ങുമ്പോൾ അയാൾ ഇരിക്കുന്നതെന്ന്. ആ ഉറങ്ങി കിടന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരാൾ, മൂപ്പര് എവിടെയാണ് ഉറങ്ങുമ്പോൾ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിക്കോളൂ. അതിൻ്റെ താഴെ എഴുതുക കോ ഏഷഹ, കോ ഏഷഹ. സംസ്കൃതത്തിൽ ആദ്യം എഴുതുക, പിന്നെ മലയാളത്തിൽ പറയാം. കോ ഏഷഹ എന്ന് വെച്ചാൽ എവിടെയാണ്. പിന്നെ അധ്യാഹാരം ചെയ്യുക. അടുത്തത് എന്താണ്? ജീവഹ കോ ഏഷഹ, ജീവഹ സുഷുപ്തികാലേ, കോ ഏഷഹ ജീവഹ സുഷുപ്തികാലേ, കാലേ, സുഷുപ്തികാലേ, കാലേ എന്ന് വെച്ചാൽ കാലത്ത്, സുഷുപ്തികാലത്ത്, കാലേ. ജീവഹ സുഷുപ്തികാലേ തഥാ അഭൂത്. എന്താണ് ചോദ്യം? കോ ഏഷഹ ജീവഹ സുഷുപ്തികാലേ തഥാ അഭൂത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതായത് സുഷുപ്തി കാലത്ത്, ഉറങ്ങുന്ന സമയത്ത് ഈ ജീവൻ കോ ഏഷഹ എവിടെയാണ്? ഈ 3 ശരീരമായിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നു. അപ്പം നമ്മൾ എവിടെയാണ്? നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? നമ്മൾ എവിടെയാണ് സുഷുപ്തി കാലത്ത് ഇരിക്കുന്നത്? നമ്മൾ വിചാരിക്കും നമ്മൾ ബെഡിൽ കിടന്ന് ഉറങ്ങുവാണെന്ന്. ശരിക്കും അവിടെയാണോ? നമ്മൾ അവിടെ ഉണ്ടോ? ഇത്യാദി ചോദ്യങ്ങളാണ്. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം അജാതശത്രു തന്നെ പറയും. പക്ഷെ അദ്ദേഹം നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട്, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഉറങ്ങുമ്പോൾ എവിടെയാണ്? ഞാനുണ്ടോ? എനിക്ക് ഈ 3 ശരീരം ഉണ്ടോ? എൻ്റെ അന്നമയം എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അല്ലേ? മനസ്സ് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അല്ലേ? അത് അവിടെ തന്നെ ഉണ്ടോ? നമുക്കൊക്കെ പക്ഷെ ഒരു വിശ്വാസമുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ടാകും, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും എന്നോടൊപ്പം എഴുന്നേൽക്കും ഇത്യാദി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഉറങ്ങുന്നത്. അത് വേറെ കാര്യം. പക്ഷെ ഗാർഗ്യൻ്റെ അടുത്ത് അജാതശത്രു ചിന്തിക്കാനായിട്ട് ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. സാധാരണ ശിഷ്യനാണ് ചോദിക്കുക. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ ഗുരുനാഥൻ തന്നെ, അതാണ് സഹോവാച അജാതശത്രു എന്ന്. അതായത് അജാതശത്രു എന്ന ഗുരുനാഥൻ തന്നെയാണ് ശിഷ്യനായ ഗാർഗ്യനോട് ചോദ്യം ചോദിക്കുന്നത്. അത് എല്ലായിടത്തും കോമൺ ആയിട്ട് നമ്മളത് കാണില്ല. കോമൺ ആയിട്ട് എന്താ കാണുക? ശിഷ്യൻ ചോദ്യം ചോദിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അജാതശത്രു ചോദ്യം ചോദിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ആ ഗർവിഷ്ഠനായ ഗാർഗ്യൻ തൻ്റെ ഗർവം അടക്കി ഉപസദിച്ചു. അപ്പോഴെന്താണ്? ശിഷ്യനെ ഉയർത്തേണ്ടത് എൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തല താഴ്ത്തിയിരുന്നല്ലോ. തല താഴ്ത്തിയിരുന്നു എന്നൊരു വാക്ക് നമ്മൾ കണ്ടില്ലേ? ആ തല താഴ്ത്തിയിരുന്ന ആൾ എങ്ങനെയാ ചോദ്യം ചോദിക്കുക? അല്ലേ? അപ്പൊ ഈ ഭാവങ്ങൾ നമ്മൾ ചിന്തിക്കണം. തല താഴ്ത്തിയിരുന്നു എന്ന് എവിടെയാ പഠിച്ചത്? നമ്മൾ കുറച്ച് മുമ്പുള്ള മന്ത്രത്തിൽ പഠിച്ചില്ലേ? പ്രതിലോമം ചെയ്തത് 15ാമത്തെ മന്ത്രത്തിലൊരു വാക്ക് കണ്ടില്ലേ? സഹോവാച അജാതശത്രു പ്രതിലോമം ചെയ്തത് എന്ന് വെച്ചാൽ എന്താണ്? തല താഴ്ത്തിയിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾ എങ്ങനെയാ ചോദ്യം ചോദിക്കുക? അതായത് ആരാ തല താഴ്ത്തിയിരുന്നത്? മനസ്സിൽ ആ ഭാവന വരണം കേട്ടോ. ഇതൊക്കെ കണക്ട് ചെയ്ത് പോയാലേ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഇത് ഓർക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചിന്തിക്കാൻ പറയണത്. തല താഴ്ത്തിയിരുന്നത് ആരാണ്? ഗാർഗ്യൻ. ആ ഗാർഗ്യൻ എങ്ങനെ അതിനെ ചോദ്യം ചോദിക്കുക? അത് മനസ്സിലായി. ഗാർഗ്യൻ്റെ നിസ്സഹായത മനസ്സിലാക്കിക്കൊണ്ടാണ് അജാതശത്രു തന്നെ അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത്. അല്ലേ? ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അതായത് നമ്മൾ 15ാമത്തെ മന്ത്രത്തിൽ കണ്ടു. അതുകൊണ്ടാണ് ഇവിടെ അജാതശത്രു തന്നെ ചോദ്യം ചോദിക്കുകയാണ്. ശിഷ്യനെ ചോദിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ശിഷ്യൻ്റെ മാനസിക നില ഗുരുവിനറിയാം. അത് തിരിച്ചറിയുന്ന ആളാണ് ഗുരു. എന്നിട്ട് എന്താണ്? ശിഷ്യൻ്റെ മാനസിക തലത്തിലേക്ക് ഇറങ്ങി വന്ന് ശിഷ്യനെ ഉയർത്തുക. അല്ലേ?
ഇങ്ങനെ തന്നെയായിരുന്നു ശ്വേതകേതുവും അല്ലേ. ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഗർവത്തോടു കൂടി വന്ന് ഉദ്ദാലക മഹർഷിയുടെ ഒറ്റ ചോദ്യത്തിൽ ശ്വേതകേതു ഇല്ലാണ്ടായിപ്പോയി. എനിക്ക് മറുപടി പറയാനൊന്നും ഇല്ലാണ്ടായിപ്പോയി അല്ലേ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളുടെ അടുത്ത് ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതാരായിരിക്കും? തൻ്റെ ചതുർത്ഥ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാൾ സുരേശ്വരാചാര്യ സ്വാമികൾ. നിങ്ങളൊക്കെ ആ കഥ അറിയായിരിക്കും. സുരേശ്വരാചാര്യ സ്വാമികളുടെ പൂർവാശ്രമ നാമം എന്താണ്? മണ്ഡനമിശ്രൻ അല്ലേ. മണ്ഡനമിശ്രൻ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവത്പാദരും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഭാരത പര്യടനം നടത്തുന്ന സമയത്ത് സുരേശ്വരാചാര്യ സ്വാമികൾ എന്നാലും മണ്ഡലമിശ്രൻ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സഭയിലേക്കാണ് ആചാര്യസ്വാമികൾ വരുന്നത്. എന്തൊരു ഗർവമായിരുന്നു! പൂർവമീമാംസ മുഴുവൻ കലക്കി കുടിച്ച ആളായിരുന്നു മണ്ഡലമിശ്രൻ. അതിലും വലിയ യോഗിനിയായിരുന്നു തൻ്റെ ഭാര്യ അല്ലേ. ഇവര് ആചാര്യസ്വാമികൾ വന്ന് സഭയിൽ തർക്കിച്ചുകൊണ്ടിരുന്ന് അല്ലേ തോൽപ്പിക്കാനായിട്ട് അപ്പോഴാണ് പരകായ പ്രവേശം. ആചാര്യസ്വാമികൾ ബ്രഹ്മചാരിയായിരുന്നപ്പം ഭാര്യ ചോദ്യം ചോദിച്ചു, എന്താണ് ഏറ്റവും വലിയ സുഖം അല്ലേ. അപ്പം മൈഥുനമാണ് ഏറ്റവും വലിയ സുഖം എന്ന്, ജീവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുഖം എന്തെന്ന് ചോദിച്ചു ഭാര്യ. അപ്പം ആചാര്യസ്വാമികൾ പറഞ്ഞു മൈഥുനമാണ് ജീവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുഖം. അപ്പം അങ്ങനെ ബ്രഹ്മചാരിയായി എങ്ങനെയാണ് മൈഥുനമാണ് സുഖം എന്ന് പറയാം? അങ്ങേക്ക് അനുഭവം ഉണ്ടോ? അപ്പം അനുഭവം ഇല്ലെന്ന് പറഞ്ഞു. അപ്പം അനുഭവം ഇല്ലാത്ത കാര്യത്തിൽ തർക്കിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കഥയില്ലേ. അപ്പോൾ എന്ത് ചെയ്തു ആചാര്യസ്വാമികൾ? പരകായ പ്രവേശം നടത്തി ഒരു രാജാവിൻ്റെ ശരീരത്തിൽ പോയി അല്ലേ, രാജപത്നിയുടെ കൂടെ ജീവിച്ചു. ഇത് മടങ്ങി വന്നു, എന്നിട്ട് അതിൻ്റെ ഉത്തരം പറയുന്നു. അപ്പോൾ മഹാസിദ്ധി കണ്ടിട്ടും മണ്ഡനമിശ്രൻ തൻ്റെ നിസ്സാരക്കാരനല്ല തൻ്റെ അടുത്ത് തർക്കിക്കാൻ വന്നത്, ഇത് അവതാരമൂർത്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ശിഷ്യപ്പെടുകയാണ് അല്ലേ. അങ്ങനെയാണ് ആചാര്യസ്വാമികൾ ശിഷ്യനായി സ്വീകരിച്ച് സുരേശ്വരാചാര്യർ എന്ന നാമമൊക്കെ കൊടുക്കുന്നത് അല്ലേ. ആ കഥ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ അതായത് പറഞ്ഞു വന്നത് ഇതുപോലെ തന്നെയാണ്. ഭയങ്കര ഗർവനായിരുന്നു, തന്നെക്കാളും ശ്രേഷ്ഠനായി. കാരണം ആചാര്യസ്വാമികൾ വരുന്നതിന് മുമ്പ് മണ്ഡനമിശ്രനെ തർക്കിച്ച് തോൽപ്പിക്കാൻ ആ കാലത്ത് ആരുമില്ലായിരുന്നു. ആ അഹങ്കാരം ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെയും അഹങ്കാരിയായ ഗാർഗ്യൻ അതിനെ ഇല്ലാണ്ടാക്കി. അതുകൊണ്ട് എന്താണ്, ശിഷ്യൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ചോദ്യം ഗുരു തന്നെ ചോദിക്കുന്നത്. അതാണ്. അപ്പോൾ കോ ഏഷ തഥാ അഭൂതം എന്ന് വെച്ചാൽ ആരുടെ വാക്കാണ്? അജാതശത്രുവിൻ്റെ വാക്കാണ്. അപ്പം എന്താണ് അജാതശത്രു ചോദിക്കുന്നത്? എവിടെയാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന ജീവൻ സുഷുപ്തി കാലത്ത് എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ പഠിക്കും. എഴുതിക്കോളൂ. മന്ത്രം 17 ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ എവിടെയാണ്? മന്ത്രം 17 പഠിക്കും. അത് ഒന്നാമത്തെ ചോദ്യമേ. അടുത്ത ചോദ്യം കുതഹ. കുതഹ എന്ന് വെച്ചാൽ ഫ്രം വെയർ എന്നാണ്. കുതഹ എന്ന വാക്കിന് എവിടെ നിന്ന്, ഫ്രം വെയർ. കുതഹ എന്ന വാക്ക് എവിടെ നിന്ന്. ഏതത് ആഗാദിതി, എവിടെ നിന്നാണ് സുഷുപ്തി അനന്തരം വരുന്നത്? ഏതത് ആകാന്ന് വെച്ച് വരിക, അതാണ് വാക്ക്. നമ്മൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ചോദ്യത്തിന് എഴുതാം. എഴുതിക്കോളൂ. കുതഹ കുതഹ ജീവഃ സുഷുപ്തി അനന്തരം, കുതഹ ജീവഃ സുഷുപ്തി അനന്തരം ആഗാദിതി. അത്രയും സംസ്കൃതം അറിയാം എല്ലാവർക്കും. കുതഹ ജീവഃ സുഷുപ്തി അനന്തരം ആഗാദ് ഇതി. ഇതി ക്വസ്റ്റ്യൻ മാർക്കാണ്. എഴുതിയോ? കുതഹ ജീവഃ സുഷുപ്തി അനന്തരം ആഗാദിതി എന്ന് വെച്ചാൽ എന്താണ്? എവിടെ നിന്നാണ് ഈ ഉറങ്ങിക്കിടന്ന ആള് സുഷുപ്തി അനന്തരം എന്ന് വെച്ചാൽ എന്താണ്? ഉറക്കത്തിന് ശേഷം അല്ലേ. അനന്തരം ശേഷം എന്നല്ലേ, thereafter അല്ലേ, സുഷുപ്തിക്ക് ശേഷം.
എവിടെ നിന്നാണ് ആഗാത്? ആഗാത് എന്ന് വെച്ചാൽ വരുന്നത്. അപ്പോൾ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു. ആ ഉറങ്ങിക്കിടക്കുന്നയാൾ ഉറക്കം ഉണർന്നതിന് ശേഷം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ പറയും, ഞാൻ എൻ്റെ മുറിയിൽ നിന്നാണ് വരുന്നത്, ഞാൻ എൻ്റെ കട്ടിലുമ്മേൽ കിടന്നുറങ്ങി അന്നേരം ഞാൻ സുഖമായി ഉറങ്ങി, ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്നു, അങ്ങനെ നമ്മൾ പറയുക ചോദിച്ച. പക്ഷെ ഇവിടെ ഉത്തരം നമ്മൾ പഠിക്കും. എവിടെ എഴുതിക്കോളൂ. ഇതിൻ്റെ ഉള്ള ഉത്തരം മന്ത്ര 20 കേട്ടോ. കുതഃ ജീവഃ സുഷുപ്തി അനന്തര ആഗാദിതി. ക്വസ്റ്റ്യൻ നമ്പർ 2. ഉത്തരം എവിടെയായിരിക്കും? മന്ത്ര നമ്പർ 20. അതിനുശേഷം ഗാർഗ്യനോട് അജാതശത്രു പറയാണ്, തദ്ഹന മേനേ ഗാർഹ്യഃ. അല്ലയോ ഗാർഹ്യ, നിനക്ക് ഇതിന് ഉത്തരം അറിയില്ലല്ലോ. എന്തൊരു സ്വീറ്റാണല്ലേ അജാതശത്രു. അദ്ദേഹത്തിന് അറിയില്ലെന്ന്. പക്ഷേ ഗുരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിനക്ക് ഉത്തരം അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് ഒരു വ്യംഗ്യാർത്ഥം ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇന്നർ മീനിങ്ങും കൂടി ഉണ്ട്. തദ്ഹന മേനേക, നിനക്കിത് അറിയില്ലല്ലോ, സാരമില്ല, പോട്ടെ, വിഷമിക്കണ്ട, നീ തല താഴ്ത്തിയൊന്നും ഇരിക്കണ്ട, വിഷമിച്ചിരിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അതാണ്. ഇപ്പം ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് പോവുകയാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? കോ ഏഷഃ ജീവഃ സുഷുപ്തികാലേ തഥാ അഭൂത്. അതാണ് ചോദ്യം. അതിനുള്ള ഉത്തരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എവിടെയാണ് ജീവാത്മാ സുഷുപ്തി കാലത്ത് ഇരിക്കുന്നത്? അല്ലേ, നമ്മൾ വേണം ഭൂമിയിൽ നിന്ന് പറയാം, പ്രകൃതിയിൽ നിന്ന് പറയാം, പ്രപഞ്ചത്തിൽ നിന്ന് പറയാം, ഭഗവാന്റെ മടിത്തട്ടിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ കട്ടിലുമെന്ന് പറയാം. ഇത്രയൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഉത്തരം. ഇനി അജാതശത്രു പഠിപ്പിച്ചു തരികയാണ്, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. നമുക്ക് അതിലേക്ക് പോകാം. മന്ത്രം 17 ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസറാണ്. മന്ത്രം 17 സാരാംശം വേണമെങ്കിൽ എഴുതിക്കോളൂ. സുഷുപ്തിയിൽ എവിടെയാണ് ഇരിക്കുന്നതെന്നല്ലേ? സുഷുപ്തിയിൽ സർവജീവാത്മാക്കളും പരമാത്മാവുമായി ഏകീഭവിക്കും. അതാണ് ഉത്തരം. എന്താണ്? സുഷുപ്തിയിൽ സർവജീവാത്മാക്കൾ, അല്ലേ, എല്ലാവരും, സർവജീവാത്മാക്കളും സുഷുപ്തിയിൽ പരമാത്മാവ് ബ്രഹ്മൻ, ഈശ്വരൻ, സർവവ്യാപി, ആ പരമാത്മാവുമായി എന്ത് ചെയ്യും? ഏകീഭവിക്കും. അതാണ് സുഷുപ്തി എന്ന് പറയുന്നത്, അല്ലെ ഡീപ് സ്ലീപ്പ്, ഗാഢനിദ്ര എന്നൊക്കെ പറയുന്നത്. അതാണ് മന്ത്രം 17 ഒരു എസൻസ് ആണ് പറഞ്ഞത്. അതിൻ്റെ വിസ്താരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംസ്കൃതം വേണ്ടവർ സുഷുപ്തേ സർവജീവാത്മാ ബ്രഹ്മ ഏകീഭാവ. സംസ്കൃതം വേണ്ടവർ എഴുതിക്കോളൂ. ഭഗവത്പാദർ പറയുന്നതാണ് ഭാഷ്യത്തിൽ. സുഷുപ്തേ, സുഷുപ്തേ എന്ന് വെച്ചാൽ സുഷുപ്തിയിൽ, സുഷുപ്തേ സർവജീവാത്മാ ബ്രഹ്മ ഏകീഭാവ, ബ്രഹ്മനുമായി ഏകീഭവിക്കും. പരമാത്മാ ഏകീഭാവ, ഏകീഭാവ വിസർഗമുണ്ട്. സുഷുപ്തേ, സുഷുപ്തി ഇൻ സുഷുപ്തി, ഇൻ ഡീപ് സ്ലീപ്പ്, അതാണ് സുഷുപ്തേ എന്ന് പറഞ്ഞത്. ഇൻ ഡീപ് സ്ലീപ്പ് എന്ന് വെച്ചാൽ എന്താ? സുഷുപ്തിയിൽ. സുഷുപ്തേ സർവജീവാത്മാ ബ്രഹ്മ ഏകീഭാവ. മലയാളം എങ്ങനെയാണ്? സുഷുപ്തിയിൽ സർവജീവാത്മാക്കളും ബ്രഹ്മനുമായി ഏകീഭവിക്കുന്നു. അതാണ് ഉത്തരം. ഇനി ആ ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണ്. മന്ത്രം 17. നമുക്ക് ആദ്യം പദം ഛേദിക്കാം, സന്ധി ചെയ്യാം. സഹോവാച അജാതശത്രുഃ കോമ യത്ര ഏഷഃ, ഏഷഃ വിസർഗമുണ്ട്, യത്ര ഏഷഃ കോമ ഏതത് സുപ്തഃ അഭൂത് കോമ
യഹ വിസർഗമുണ്ട് അടുത്തത്. യഹ, ഏഷഹ, യഹ, ഏഷഹ. താഴെ അതുപോലെ ഉണ്ട് കേട്ടോ. സ്വാമിജി പദം ഛേദിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ചൊല്ലേണ്ടതും അങ്ങനെ ആയതുകൊണ്ടാണ് മൂലത്തിൽ അങ്ങനെ പറയുന്നത്. മൂലം എന്ന് വെച്ചാൽ മന്ത്രമൂലത്തിൽ അങ്ങനെ പറയുന്നത്. സഹോവാച അജാതശത്രു എത്ര ഏഷഃ കോമ ഏതത് സുപ്തഃ അഭൂത് കോമ യഹ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ കോമ വിജ്ഞാനമയഃ പുരുഷഃ കോമ. അടുത്ത വാക്ക് തത് ഏഷാം കോമ തത് ഏഷാം കോമ. പ്രാണാനാം വിജ്ഞാനേന കോമ പ്രാണാനാം വിജ്ഞാനേന കോമ പ്രാണാനാം വിജ്ഞാനേന കോമ വിജ്ഞാനമാധായ വിജ്ഞാനം ആധായ വിജ്ഞാനം ആധായ കോമ യഹ ഏഷഃ അന്തർഹൃദയേ ഹൃദയ എന്നാണ് കേട്ടോ. അത് മാറ്റി ഹൃദയേ എന്നാക്കുക. അന്തർഹൃദയേ. ഇവിടെ കണ്ടോ 135 പേജ് ശരിയാണ്. മൂലമന്ത്രത്തിൽ തെറ്റാണ്. അത് മാറ്റി അന്തർഹൃദയേ എന്നാക്കുക. ശ്രദ്ധിക്കണേ. അന്തർഹൃദയേ എന്നാക്കുക. എവിടെയാണ്? യഹ ഏഷഃ അന്തർഹൃദയേ കോമ അന്തർഹൃദയേ കോമ. അടുത്ത വാക്ക് ആകാശഃ ആകാശഃ തസ്മിൻ ഏതേ ആകാശഃ തസ്മിൻ ഏതേ കോമ താനി യഥാ ഗൃണ്ണാതി ഗൃണ്ണാതി എന്ന് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. അവിടെ ഗൃണ്ണാതി വിരാമമാണ്. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ഗൃണ്ണാതി ഫുൾ സ്റ്റോപ്പ്. അടുത്തത് അധഃ അധഃ therefore എന്നുള്ള അർത്ഥം. അധഃ അധഃ ദാ കഴിഞ്ഞ് വിസർഗം ഇടുക. അധഃ അടുത്ത സെന്റൻസ് ആണ്. അധഃ ഹി ഏതത് പുരുഷഃ അധഃ ഹൈതെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഹി ഏതത് പുരുഷഃ കോമ ഹി ഏതത് പുരുഷഃ കോമ സ്വപിതി നാമ. അത് ഹൈലൈറ്റ് ചെയ്യുക അല്ലെ അണ്ടർലൈൻ ചെയ്യുക. ആ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വപിതി നാമ. ഹി ഏതത് പുരുഷഃ കോമ സ്വപിതി നാമ അണ്ടർലൈൻ ചെയ്തിട്ട് കോമ ഇടുക. സ്വപിതി നാമ. നിങ്ങളൊരു ഈ ഹൈലൈറ്റർ മേടിക്കണം കേട്ടോ. എല്ലാവരും 10-18 രൂപയേ ഉള്ളൂ. ഹൈലൈറ്റർ ഇല്ലേ ഇങ്ങനെ നമുക്ക്. കാരണം പിന്നെ എടുത്ത് നോക്കുമ്പോൾ ആ വാക്ക് ഇങ്ങനെ ഹൈലൈറ്റർ ഇതുപോലത്തെ സാധനം അത് വാങ്ങണം കേട്ടോ. 10-18 രൂപയൊക്കെ ആവുള്ളൂ. അതാകുമ്പോൾ എന്താണ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ചെയ്താൽ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ആ വാക്ക് വീണ്ടും വീണ്ടും മനനം ചെയ്യാൻ വേണ്ടിയാണ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് കേട്ടോ. വീഡിയോയിലൊക്കെ കിട്ടും ഹൈലൈറ്റർ എന്ന പേര്. ഓക്കെ. സ്വപിതി നാമ കോമ തത് ഗൃഹീത ഏവ കോമ തത് ഗൃഹീത ഏവ തത് ഗൃഹീത ഏവ കോമ പ്രാണഃ പ്രാണഃ എന്നാക്കുക. പ്രാണവും എന്നുള്ളത് പ്രാണഃ
ഭവതി കോമ പ്രാണഃ ഭവതി. ഗൃഹീതാ വാക്ക് കോമ ഗൃഹീതം ചക്ഷുഃ. ഗൃഹീതാ വാക്ക് ഗൃഹീതം ചക്ഷുഃ. ഗൃഹീതം ശ്രോത്രം ഗൃഹീതം മനഃ. നമ്മൾ പഠിച്ചത് എവിടെയാന്ന് ഇപ്പം കത്തണം എല്ലാവർക്കും അല്ലേ? നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മൾ ബൃഹദാരണ്യം അല്ല പഠിക്കുന്നത്, പണ്ട് പഠിച്ചത് മുഴുവൻ മനനവും കൂടിയാണ് ചെയ്യുന്നത്. ഈ ഒന്ന് സ്വപിതി നാമ അത് അണ്ടർലൈൻ ചെയ്യുക, മറ്റേത് അണ്ടർലൈൻ ചെയ്തോളൂ, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചതുമാണ്. തത് ഗൃഹീത ഏവ കോമ പ്രാണഃ ഭവതി ഗൃഹീതാ വാക്ക് ഗൃഹീതം ചക്ഷുഃ ഗൃഹീതം ശ്രോത്രം ഗൃഹീതം മനഃ. പൂർണ്ണവിരാമം, ഫുൾ സ്റ്റോപ്പ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. സഹോവാച അജാതശത്രുഃ യത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത് യഹ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ തത് യേഷാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനമാധായ യഹ ഏഷഃ അന്തർഹൃദയേ ആകാശഃ തസ്മിൻ ഏതേ താനി യഥാ ഗൃഹ്ണാതി അതഃ ഹി ഏതത് പുരുഷഃ സ്വപിതി നാമ തത് ഗൃഹീതം ഏവ. പ്രാണഃ ഭവതി ഗൃഹീതം വാക്ക് ഗൃഹീതം ചക്ഷുഃ ഗൃഹീതം ശ്രോത്രം ഗൃഹീതം മനഃ. ഒരുമിച്ച് ചൊല്ലാം. സഹോവാച അജാതശത്രുഃ യത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത് യഹ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ തദേഷാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനമാധായ യഹ ഏഷഃ അന്തർഹൃദയേ ആകാശഃ തസ്മിന്നേതേ താനി യഥാ ഗൃഹ്ണാതി അതഃ ഹി ഏതത് പുരുഷഃ സ്വപിതി നാമ തത് ഗൃഹീത ഏവ പ്രാണഃ ഭവതി ഗൃഹീതം വാക്ക് ഗൃഹീതം ചക്ഷുഃ ഗൃഹീതം ശ്രോത്രം ഗൃഹീതം മനഃ. ഒന്നുകൂടെ ചൊല്ലാം. സഹോവാച അജാതശത്രുഃ യത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത് യഹ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ തത് യേഷാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനം ആധായ യഹ ഏഷഃ അന്തർഹൃദയേ ആകാശഃ തസ്മിൻ ഏതേ താനി യഥാ ഗൃഹ്ണാതി അതഃ ഹി ഏതത് പുരുഷഃ സ്വപിതി നാമ തത് ഗൃഹീത ഏവ. പ്രാണഃ ഭവതി ഗൃഹീതാ വാക്ക് ഗൃഹീതം ചക്ഷുഃ ഗൃഹീതം ശ്രോത്രം ഗൃഹീതം മനഃ. എവിടെയാണ് നമ്മളൊക്കെ ഉറങ്ങുന്നത്? അതാണ് ചോദ്യം. അജാതശത്രു ശിഷ്യനോട് ചോദിക്കുകയാണ്. എന്നിട്ട് അജാതശത്രു തന്നെ ശിഷ്യനോട് മറുപടി പറയാണ്. സഹോവാച അജാതശത്രു. ശിഷ്യനായ ബാലാകി അല്ലെങ്കിൽ ഗാർഗ്യനോടായിക്കൊണ്ട് ഗുരുനാഥനായ അജാതശത്രു അല്ലെ ഗുരുഭാവത്തോടുകൂടി അജാതശത്രു ഉപദേശം പറയുകയാണ്. എന്താണ്? യത്ര എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. യസ്മിൻ കാലേ എന്നാണ്. അതായത് ഏതൊരു കാലത്ത്, എപ്പോൾ വേണമെങ്കിലും. എപ്പോഴൊക്കെയാണ് നമ്മൾ ഉറങ്ങുന്നതിന് ഇന്ന സമയം ഉറങ്ങാവുള്ളൊന്നുമില്ല. അതാണ് എത്ര കുത്ര യസ്മിൻ കാലേ, ഏതൊരു കാലത്തിൽ. ഇപ്പം നമുക്ക് ഇന്ന സമയമെന്ന് ഉപനിഷത്ത് പറഞ്ഞാൽ അത് പ്രമാണമായി മാറും. അങ്ങനെയല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏതൊരു കാലത്തിലാണ്, എപ്പോഴൊക്കെയാണോ നമ്മൾ ഉറങ്ങുന്നത്. അതാണ് യസ്മിൻ കാലേ. യസ്മിൻ എന്ന് വെച്ചാൽ ഏതൊരു കാലം, കാലേ എന്ന് വെച്ചാൽ കാലത്തിൽ. യസ്മിൻ കാലേ ഏതൊരു കാലത്തിൽ. ഏതൊരു കാലത്തിൽ എന്ന് വെച്ചാൽ സമയം. കാലം എന്ന് വെച്ചാൽ എന്താ? സമയം. യസ്മിൻ കാലേ ഏതൊരു സമയത്താണോ ഏഷഃ ഏതത് സുപ്തഃ അഭൂത്, ഏതൊരു കാലത്തിൽ ഒരു ജീവൻ സുഷുപ്തിയിലിരിക്കുന്നുവോ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം.
ഏതൊരു കാലത്ത് അല്ലെ ഏതൊരു സമയത്തിൽ ഒരു ജീവൻ എന്ന് വെച്ചാൽ ജീവാത്മ, ഒരു ജീവാത്മാ സുഷുപ്തിയിലിരിക്കുന്നുവോ, അതായത് എപ്പോഴാണോ ഒരാൾ ഉറങ്ങുന്നത്, അത്രയേ ഉള്ളൂ. നമ്മുടെ സംസാര ഭാഷയിൽ പറഞ്ഞാൽ എപ്പോഴാണോ ഒരാൾ ഉറങ്ങുന്നത്. പിന്നെ മന്ത്രഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? ഏതൊരു കാലത്തിൽ ഒരു ജീവൻ സുഷുപ്തിയിലിരിക്കുന്നുവോ, ഏതൊരു കാലത്തിൽ ഒരു ജീവൻ സുഷുപ്തിയിലിരിക്കുന്നുവോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാവരും എഴുതാൻ വേണ്ടിയാണ്, അത് മാത്രമല്ല വൃത്തിയായിട്ട് എഴുതാനും കൂടെ വേണ്ടിയാണ് കേട്ടോ. അത് ചെയ്യണം കേട്ടോ, എങ്കിലേ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഇത് മനസ്സിലാവുകയുള്ളൂ. ഏതൊരു കാലത്തിൽ ഒരു ജീവൻ സുഷുപ്തിയിലിരിക്കുന്നുവോ. യഹ എന്ന് വെച്ചാൽ അയാൾ, ആരാണോ ഉറങ്ങുന്ന അയാൾ. യഹ ജീവാത്മാ, ആ ഉറങ്ങുന്ന സുഷുപ്തി അനുഭവിക്കുന്ന ജീവാത്മാ. യഹ ആ ജീവാത്മാ വിജ്ഞാനമയ പുരുഷ, അതായത് വിജ്ഞാനമയത്തോടു കൂടിയ പുരുഷൻ എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചകോശത്തോടു കൂടി ഉറങ്ങുന്നയാൾ. നമ്മൾ കണ്ടതാണ് വിജ്ഞാനമയ പുരുഷൻ. അതേ അർത്ഥം ഇവിടെ തന്നെ വീണ്ടും എഴുതണ്ട, അല്ലെങ്കിൽ ഓർത്താലും മതി. നമ്മൾ എഴുതിയല്ലേ വിജ്ഞാനമയ പുരുഷൻ ആരെന്ന്, അത് തന്നെ. അതായത് ആ ഉറങ്ങുന്ന ജീവാത്മാ അയാള്. അടുത്ത വാക്ക് തത് യേഷാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനമാധായ. അടുത്ത വാക്കാണ് തത് യേഷാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനമാധായ. തത് യേഷാം അപ്പോൾ എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? സുഷുപ്തി അവസ്ഥയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുതിയാലും മതി, കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ. അല്ലെങ്കിൽ സുഷുപ്തി അവസ്ഥയിൽ. തദ്യേഷാം അപ്പോൾ, സുഷുപ്തി അവസ്ഥേ. സംസ്കൃതത്തിലാണെങ്കിൽ സുഷുപ്തി അവസ്ഥേ, മലയാളത്തിലാണെങ്കിൽ സുഷുപ്തി അവസ്ഥയിൽ. പ്രാണാന, ഇവിടെ പ്രാണാന എന്ന് വെച്ചാൽ എന്താണ്? ജീവാന, ജീവാത്മാന, പ്രാണി എന്നുള്ള അർത്ഥം. പ്രാണി ആരാണ്? ജീവാത്മാ. കാരണം ഉറങ്ങുമ്പോൾ നമ്മൾ കൂടുതലും നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രാണി എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്. കാരണം പ്രാണന പ്രക്രിയ മാത്രമേ നമ്മൾ ഉറങ്ങുമ്പം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പ്രാണി എന്ന് വിളിക്കുന്നത്. അതാണ് പ്രാണാനാം എന്ന് വെച്ചാൽ എന്താണ്? ജീവാനാം, ജീവാത്മാനാം. അതായത് എന്താണ്? തത് യേഷാം പ്രാണാനാം എന്ന് വെച്ചാൽ എന്താണ്? സുഷുപ്തി അവസ്ഥയിൽ ആ ജീവൻ, ആ ജീവാത്മാ. അടുത്തതാണ് വിജ്ഞാനേന വിജ്ഞാനം ആധായ. അത് എഴുതിക്കോളൂ. അതിൻ്റെ അർത്ഥം സർവ ഇന്ദ്രിയങ്ങളുടെയും എഴുതു, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. സർവ ഇന്ദ്രിയങ്ങളുടെയും, സർവ ഇന്ദ്രിയങ്ങൾ ആരൊക്കെയാണ്? ദശേന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം. അതാണല്ലോ സർവ ഇന്ദ്രിയം. ആ ജീവൻ സർവ ഇന്ദ്രിയങ്ങളുടെയും ശക്തികളെ, അടുത്ത വാക്ക് ശക്തികളെ, സർവ ഇന്ദ്രിയങ്ങളുടെയും ശക്തികളെ ഉപയോഗിക്കുവാൻ സാധ്യമാവാതെ, അല്ലെ സാധിക്കുവാനാകാതെ, അങ്ങനെയും പറയും. സാധ്യമാവാതെ, സർവ ഇന്ദ്രിയങ്ങളുടെ ശക്തികളെ ഉപയോഗിക്കുവാൻ സാധ്യമാവാതെ സുഷുപ്തിയെ പ്രാപിക്കുന്നു. സുഷുപ്തിയെ പ്രാപിക്കുന്നു. ഒന്നുകൂടെ പറയാം.
സുഷുപ്തി അവസ്ഥയിൽ ആ ജീവൻ സർവ ഇന്ദ്രിയങ്ങളുടെയും ശക്തികളെ ഉപയോഗിക്കുവാൻ സാധ്യമാവാതെ സുഷുപ്തിയെ പ്രാപിക്കുന്നു. അതാണ് തദ്ദേശാം പ്രഹണാനാം വിജ്ഞാനേന വിജ്ഞാനമാധായ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് 10 ഇന്ദ്രിയമുണ്ട്. കണ്ണും കാലും കൈയും എല്ലാം ഉണ്ട്. അതെല്ലാമായിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ്. പക്ഷെ എന്താണ്? അതിൻ്റെ ശക്തിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, കാലുകൊണ്ട് നടക്കാൻ സാധിക്കില്ല, അല്ലേ? ഏത് ഇന്ദ്രിയം, രസനേന്ദ്രിയം കൊണ്ട് രുചിക്കാൻ സാധിക്കില്ല, സ്പർശേന്ദ്രിയം കൊണ്ട് സ്പർശിക്കാൻ സാധിക്കില്ല. അതാണ് സർവ്വ ഇന്ദ്രിയങ്ങളുടെയും ശക്തികളെ എന്താണ്? ഇതാണ് ശക്തി, അല്ലേ? കണ്ണിന് കാഴ്ച എന്ന അനുഭവമാണ് ശക്തി. ശ്രോത്രേന്ദ്രിയം, ചെവിക്ക് കേൾവി എന്ന അനുഭവമാണ് ചെവിയുടെ ശക്തി, അല്ലേ? അറിയാമല്ലോ അതൊക്കെ. 10 ഇന്ദ്രിയങ്ങളുടെ ശക്തി എല്ലാവർക്കും അറിയാം. ആ ശക്തികളെ ഉപയോഗിക്കുവാൻ സാധ്യമാകാതെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഇന്ദ്രിയവും ഉണ്ട്, പക്ഷെ യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും? സുഷുപ്തിയെ പ്രാപിക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ഈ വാക്കുകൾ സംസ്കൃതത്തിൽ മൂലമന്ത്രം ഇങ്ങനെ പറയുമ്പോൾ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. 10 ഇന്ദ്രിയങ്ങളും ഉണ്ട്. ഉറങ്ങുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഇവയുണ്ട്. പക്ഷെ എന്താണ്? ഉറങ്ങുന്ന സമയത്ത് ഇവയെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കില്ല. അതാണ് എന്താണ്? തദ്ദേശാം പ്രാണാനാം എന്ന് വെച്ചാൽ ജീവികൾക്ക്, അത് നമ്മൾക്കെന്നല്ല. ഇവിടെ എന്തുകൊണ്ടാണ് അജാതശത്രു പ്രാണാനാം എന്ന് പറഞ്ഞ്? മനുഷ്യൻ എന്ന പ്രാണിക്ക് മാത്രമല്ല, ഉറങ്ങുന്ന സർവ ജീവചരാചരങ്ങൾക്കും, അല്ലേ? എല്ലാ ജീവികൾക്കും. വിജ്ഞാനേന വിജ്ഞാനമാധായ എന്ന് വെച്ചാൽ ഇതാണ് അർത്ഥം. എല്ലാ ജീവികളും ഉറങ്ങുമ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങളോട് കൂടിയാണ് ഉറങ്ങുന്നത്. പക്ഷെ ഇന്ദ്രിയങ്ങൾ എന്തിനാണോ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, കൈ കൊണ്ട് എഴുതുന്നു, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, അല്ലേ? എല്ലാ അവയവങ്ങളും നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്കിപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നു? നമ്മൾ ഐ എം അവേക്ക് എന്നുള്ള സ്റ്റേറ്റിലായതുകൊണ്ട്, ഞാൻ എഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട്. പക്ഷെ ഉറങ്ങുമ്പോൾ ഇതൊന്നും സാധിക്കില്ല. അതായത് ടോട്ടൽ ഡെസല്യൂഷൻ നമ്മൾ പറയില്ല, അതാണ്. നമ്മളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്ത എന്താണ്? പക്ഷേ യഹ ഏഷ അന്തർഹൃദയേ ആകാശഃ. പക്ഷെ ആ ജീവാത്മാവിൻ്റെ അന്തർഹൃദയത്തിൽ ആകാശവുമായി, യഹ എന്ന് വെച്ചാൽ ജീവാത്മാ, അതായത് ഉറങ്ങുന്നയാൾ. തൊട്ട് മുമ്പ് പ്രാണാനാം എന്ന് പറയില്ലേ, അയാൾ തന്നെ. യഹ സുഷുപ്തി അനുഭവ ജീവാത്മാന്ന് ഇവിടെ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. സുഷുപ്തി അനുഭവിക്കുന്ന ജീവാത്മാ, അയാള്, ഉറങ്ങുന്നയാള്. യേശഃ അന്തർഹൃദയേ ആകാശഃ, അയാളുടെ അന്തർഹൃദയത്തിലെ ആകാശത്തിലിരിക്കുന്ന ആളുമായി ഏകീഭവിക്കുന്നു. നമ്മുടെയൊക്കെ അന്തർഹൃദയത്തിൽ ആരാ ഇരിക്കുന്നത്? പരമാത്മാ. ഇനി അന്തർഹൃദയം ഒരുപാട് എഴുതിപ്പിക്കുന്നു, എനിക്ക് തന്നെ വിഷമമുണ്ട്. പക്ഷേ ഇത് എഴുതാതെ പറ്റൂല. ഇനി അന്തർഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. ഇതൂടെ മതി, നമുക്ക് ബാക്കി നാളെ പഠിക്കാം. ഇതൂടെ എഴുതിയിട്ട് നിർത്തിക്കോളൂ. അന്തർഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം ആ സമന്താൾ, ആ ദീർഘമുണ്ട്, ആ രണ്ടാമത്തെ ആ അത് ആ സമന്താത്, സമന്താത് സർവദേ കാശതേ കാശെന്ന് നമ്മൾ പറയില്ല, പൈസ, അത് കാശതേ പ്രകാശം എന്ന് എഴുതില്ല, അത് തന്നെ, പ്രായില്ലെന്നേ ഉള്ളൂ. കാശതേ ആ സമന്താത്
കാശതേ പ്രകാശതേ. അടുത്ത വാക്ക് പ്രകാശതേ. ആ സമന്താത് കാശതേ പ്രകാശതേ ഇതി അന്തർഹൃദയ ആകാശഃ. അന്തർഹൃദയ ആകാശം എന്ന വാക്കിൻ്റെ നിരുക്തമാണ്. നിരുക്തം അറിയാലോ, എറ്റിമോളജി, പരിഭാഷ, ഡെഫിനിഷൻ. എന്താണ്? ആ സമന്താത് സർവതേ കാശതേ പ്രകാശതേ ഇതി അന്തർഹൃദയാകാശ. അതായത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നതാണ് ആ സമന്താണ്. അതായത് എല്ലാ ജീവരാശികൾക്കും ഉള്ളിലിരിക്കുന്ന ആ പ്രകാശ സ്വരൂപനെയാണ് അന്തർഹൃദയാകാശം എന്ന് വിളിക്കുന്നത്. അതൊരു വിശേഷണമാണ്, പരമാത്മാവിൻ്റെ പര്യായമാണ്. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്, അന്തർഹൃദയാകാശമൊക്കെ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മരൂപം അഹമഹമിതി സാക്ഷാൽ സാക്ഷിരൂപേണ ഭാസം. അതാണ് അന്തർഹൃദയാകാശം. നമ്മൾ എവിടെയാ പഠിച്ചതെന്ന് വെച്ചാൽ മുണ്ടകോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അന്തർഹൃദയ ആകാശം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം. ആ ചൈതന്യ സ്വരൂപനെ ഇവിടെ അജാതശത്രു സ്തുതിക്കുകയാണ്, അല്ലെങ്കിൽ വിശേഷിപ്പിക്കുകയാണ് അന്തർഹൃദയ ആകാശം എന്ന് വിളിച്ചത്. ഇനി എന്തുകൊണ്ടാണെന്ന് നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.